ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. ആ, വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരല്ലേ? രണ്ടു തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള് അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. ഇപ്പൊ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണമെന്ന് അർത്ഥം. അത് തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ളൊരു വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. അത്രയും വാടക? പിന്നെ എത്ര കൊടുക്കാം? 1500. ഇനിയും താഴട്ടെ? 1000. കുറച്ചുകൂടെ താഴട്ടെ. 750. കുറച്ചുകൂടെ പോരട്ടെ? 500. അല്ല, കുറച്ചുകൂടെ താഴട്ടെ. ഇനി എവിടം വരെ താഴണം പറ. ഒരു 150 വരെ. 150. 2 ബെഡ്റൂം, അതെ. പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, അതെ. 150 രൂപ വാടക. അതെ. വാ, പറ്റിയ സ്ഥലമുണ്ട്. ഈ വീടിന് 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150-ന് ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ബന്ധത്തിലുള്ള ഒരു വീടാ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നോക്കിയോ? பிரமாதமா இருக்கேன்னா. நீங்க 2 பேர் தானே? இங்க சமையல் பண்ணலாம். ചമയല? ഓ, പറഞ്ഞ പോലെ തമിഴ് അത്ര വശമായിട്ടില്ല അല്ലേ? ചമയൽ എന്ന് വെച്ചാ പാചകം. അപ്പൊ ശരിക്കുള്ള അവിടുത്തെ ചമയലിന് എന്താ പറയാ ഇവിടെ? എന്ത് ചമയല്? അപ്പൊ മലയാള വാക്കൊന്നും വലിയ വശമല്ലേ? എന്താന്ന് മലയാള ഭാഷാലേ? എങ്ങനെയൊക്കെ പഴക്കണം, അത്ര തന്നെ. നമുക്കേ നല്ല ഒരു പ്ലാനിങ് വേണം. ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് തിങ്കളാഴ്ച ദോശ, ചൊവ്വാഴ്ച പുട്ട്, ബുധനാഴ്ച ഇഡ്ഡലി, വ്യാഴാഴ്ച ദോശപ്പുട്ട് ഇഡ്ഡലി എല്ലാം കൂടെ ഒന്നിച്ച് അടിമപ്പണി ഞാൻ നിർത്തി. നീ വലിയ ഓഫീസറല്ലേ, ഞാൻ ചുമട്ടുകാരൻ. പുട്ടും കൊട്ടും ഒക്കെ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നിന്റെ സ്വഭാവം വഷളായി വരും. എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ. നീ ആ കള്ളം ബാലിനോട് ഒരു അക്ഷരം പറഞ്ഞോ? ഞാനും കോളേജിൽ പോയിട്ടുണ്ട്. 3 ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നല്ല. ദോശ, പുട്ട്, ഇഡ്ഡലി. നീ ശരിയാവൂല. നീ ശരിയായല്ലോ, അത് മതി. ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്ത കൂട്ടരാ. ഞാനും ഒട്ടും മോശമല്ല. അമ്മ ധൈര്യമായിട്ടിരിക്കണം. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവനും സർക്കാരിന്റെ ആണത്രേ. കോവൈ വെങ്കടേശൻ എന്ന് പറയുന്ന ആള് മലയാളിയാ. സർക്കാരിലൊക്കെ അയക്ക് നല്ല പിടിപാടാ. ഈ കാണുന്ന വീടുകളും ചേരികളും എല്ലാം പൊളിച്ചു മാറ്റി ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ അയാൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മനസമാധാനം ഇല്ല എന്റെ കുഞ്ഞെ. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വേറെ വീട് കെട്ടിത്തരാൻ പറയണം, അല്ലാതെ ഇവിടെ പോവാൻ. ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത്. നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ. നീ അരി കഴുകി അടുപ്പത്തിട്ടാ. ഇത് വിജയൻ, ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണില് ചുമടെടുക്കുന്നവനാ. ഈ വീടിന് എന്താ വാടക? 200 രൂപ. ഞങ്ങളുടെ വീടിന് 250. 180 അല്ലേ? ആയിരുന്നു, ഇപ്പൊ കൂട്ടി. ഓ, വീട്ടിലെ വേറെ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എന്റെ വീട് തൃശ്ശൂരിനടുത്താണ്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഏതുവരെ പഠിച്ചു? അവൾ ഒരുപാട് പഠിച്ചതാ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നോട് അരി അടുപ്പത്തിടാൻ പറഞ്ഞത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി. കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അടുക്കളയെ കുറച്ച് പണിയുണ്ട്. എനിക്കോ? അല്ല, ഞങ്ങൾക്ക്. വരട്ടെ. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക. ആരാ നീ? അരി കഴുകാൻ. കഴുകടാ അരി.